ചോദ്യങ്ങളുണ്ട്. ആദ്യം റോഷിപാൽ ഇപ്പോൾ 24 മണിക്കൂർ സമയമാവുകയാണ്. ഇന്നലെ ഏതാണ്ട് 2:30 ആണ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. 2:33 ആയപ്പോഴാണ് റോഷിപാലിന്റെ കയ്യിൽ ആ റിപ്പോർട്ട് കിട്ടുന്നത് അല്ലേ? മന്ത്രി പറയുന്നു ആ റിപ്പോർട്ട് വായിച്ചിട്ടേയില്ല എന്ന്. 4.5 വർഷക്കാലം കയ്യിലുണ്ടായിരുന്ന റിപ്പോർട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി വായിച്ചിട്ടില്ലെങ്കിൽ ആ മന്ത്രി എങ്ങനെയാണ് ഒരു കോൺക്ലേവ് വിളിച്ച് വിഷയം ചർച്ച ചെയ്യുക? സ്മൃതി, ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് 2:30 കഴിഞ്ഞ് ലഭിച്ച ആ റിപ്പോർട്ട് 24 മണിക്കൂർ പൂർത്തിയാകുമ്പോൾ അതിൽ എന്ത് നിയമ നടപടി സർക്കാർ സ്വീകരിച്ചു എന്ന പൊതുസമൂഹം തന്നെ ഉയർത്തുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം അത് നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. കാരണം ഇത്രയും വലിയ കുറ്റകൃത്യം സംസ്ഥാനത്തെ ഒരു തൊഴിൽ മേഖലയിൽ സ്ത്രീകൾക്കെതിരെ നടന്നു എന്ന് അത് പൊതുസമൂഹത്തിൽ അത് രേഖാമൂലം തന്നെ വന്നു കഴിഞ്ഞു. ആ റിപ്പോർട്ടിൽ 233 പേജ് മാത്രമാണ് വന്നത്. ഇനിയും ഒട്ടേറെ പേജുകളുണ്ട്. അതിനൊപ്പം തെളിവുകളുണ്ട്, മൊഴികളുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും പരാതി വന്നാൽ മാത്രം അതിൽ നടപടി ആലോചിക്കാം എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു. പക്ഷേ അതിനിടയിൽ സമ്മർദ്ദം ശക്തമാകുമ്പോൾ നിയമപരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതിൽ സ്വമേധയാ കേസെടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നടക്കമുള്ള നിയമപരിശോധന മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി നൽകിയ ഒരു പരാതിയുണ്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക്. ആ പരാതി തുടർ നടപടിക്ക് ADGP ലോ ആൻഡ് ഓർഡർ MR അജിത് കുമാറിന് കൈമാറിയിട്ടുണ്ട്. അത് അതിന്റെ നടപടിക്രമം മാത്രമാണ്. ആ തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് നടന്നത്. പക്ഷേ കോൺക്ലേവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. കോൺക്ലേവ് നടത്തിപ്പ് ചുമതല അത് KSIDCക്കാണ്. KSIDC അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തുന്നു, മുന്നൊരുക്കം നടത്തുന്നു, വിവിധ സിനിമാ സംഘടനാ പ്രവർത്തകരുമായി വിശദമായി ചർച്ച നടത്തുന്നു. നവംബർ മാസം ആദ്യവാരത്തിൽ കൊച്ചിയിൽ 3 ദിവസം ഈ കോൺക്ലേവ് നടത്താൻ തീരുമാനിക്കുന്നു. അവിടെ ഈ പവർ ഗ്രൂപ്പിലെ അംഗങ്ങൾ തന്നെ ഒരുപക്ഷെ അതിൻ്റെ കൂടിയാലോചനയുടെ ഭാഗമായി അവിടെ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം AMMA എന്ന ആ സംഘടനയുമായി ബന്ധപ്പെട്ടവർ മറ്റ് പല സംഘടനകളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ളവർക്കെതിരെയൊക്കെ ആരോപണങ്ങൾ ഉണ്ടെന്ന് പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. അവരുടെ പേരുകൾ ആരുടെയും പുറത്തു വന്നില്ലെങ്കിൽ പോലും പലരും സംശയമുനയിലാണ്. ആ ഘട്ടത്തിൽ നിയമ നടപടി സ്വീകരിക്കുക എന്ന ഉത്തരവാദിത്തത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ ഒളിച്ചോടുന്നു എന്ന സംശയമാണ് ഇപ്പോഴും ഉണ്ടാക്കുന്നത്. കാരണം സ്വമേധയാ കേസെടുക്കാൻ പറ്റും എന്നാണ് നിയമവിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. തെളിവുകളൊക്കെ സർക്കാരിൻ്റെ കൈവശം സാംസ്കാരിക വകുപ്പിൻ്റെ കസ്റ്റഡിയിലാണ് തെളിവുകളുള്ളത്, മൊഴികളുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടിക്കുള്ള സാധ്യത പൂർണ്ണമായിട്ടുണ്ട് എന്ന് തന്നെ പ്രധാനപ്പെട്ട നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ സർക്കാർ ഇപ്പോഴും ആ കാര്യത്തിൽ മൗനം തുടരുകയാണ്. ഏതായാലും 24 മണിക്കൂറിലേക്ക് റിപ്പോർട്ട് പുറത്തു വന്നിട്ട് 24 നിയമപരമായി എന്താണ് ഇനി സാധ്യത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ സർക്കാരിന് ഒളിച്ചുകളി തുടരാനാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നമ്മുടെ